വന്യമൃഗശല്യത്തിന് പരിഹാരമായി ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉയരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത്. ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ജനവാസ മേഖലയ്ക്ക് ചുറ്റും 12 കിലോമീറ്റർ ചുറ്റളവിലാണ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുന്നത്. അമ്പൽക്കടവിൽ നിന്നുമാണ് നിർമ്മാണം ആരംഭിച്ചത്. മുത്തമ്പടി വരെ നിർമ്മാണം നടക്കും. വനംവകുപ്പ് വനവൽക്കരണം നടത്തിയ പ്രദേശത്താണ് ആദ്യമായി ഫെൻസിംഗ് നിർമ്മാണം നടത്തുന്നത്. കാക്കത്തോട് മുതൽ മുത്തമ്പടി വരെയുള്ള പ്രദേശം വന്യമൃഗശല്യത്തിൽ വലയുന്ന പ്രദേശമായിരുന്നു. വനവൽക്കരണം നടത്തിയ പ്രദേശത്തിന് ചുറ്റും താമസിക്കുന്ന കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വലയുകയായിരുന്നു. ഇതിന് പരിഹാരം കാണണമെന്ന് കർഷകർ വർഷങ്ങളായി ആവശ്യമുയർത്തുന്നതായിരുന്നു. വൈകിയാണെങ്കിലും ഇതിന് വനംവകുപ്പ് പരിഹാരം കാണുകയാണ്. കുറേ കാലങ്ങളായിട്ട് കുടിയേറ്റത്തെ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാളും രൂക്ഷമായ രീതിയിൽ കാട്ടാനയുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകുകയും കർഷകർ അതിനുമേലും വളരെയധികം പൊതുമുട്ടുകയായിരുന്നു. അപ്പോഴാണ് നിരന്തരമായൊരാവശ്യമാണ്, ഞാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ, ഞാൻ പലപ്പോഴും വനംവകുപ്പ് അധികാരികൾ ആവശ്യപ്പെട്ടു, ഫെൻസിങ് കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകും. കാരണം കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റം ഉൾപ്പെടെ ഇതിന് കാരണമാണെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കാൻ ഈ പാവപ്പെട്ട കർഷകർക്ക് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ ഉൽപ്പന്നങ്ങൾ കാട്ടുകുളം നശിപ്പിക്കുന്ന അതിഭീകരമായൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് മാറ്റം വന്നേ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫെൻസിങ് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നിർദ്ദേശം വന്നത്. അതായത് ഇപ്പോൾ ഫെൻസിങ് കാര്യക്ഷമമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാധുനിക രീതിയിലുള്ള ഹാങ്ങിങ് ഫെൻസിങ് ആണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വള്ളിയോ അല്ലെ പള്ളകളോ വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്ത രീതി വരുന്ന സാഹചര്യമുണ്ടാകും. അപ്പം വനംവകുപ്പ് വർഷത്തിൽ 2-3 തവണ ഇത് ക്ലെയിം ചെയ്തുകൊണ്ട്, ഇത് വള്ളിപ്പടപ്പോടൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്തുകൊണ്ട് ഇത് കാര്യക്ഷമമായ രീതിയിൽ 12 മാസവും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വനത്തിൽ നിന്നുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കർഷകർക്ക് ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് എനിക്ക്. ജനവാസ മേഖലയ്ക്ക് ചുറ്റും 2 മീറ്റർ വീതിയിൽ കാടുകൾ തെളിച്ച് പോസ്റ്റുകൾ സ്ഥാപിച്ച് 10 സെന്റിമീറ്റർ അകലത്തിൽ സ്പ്രിംഗ് പോലെയുള്ള കമ്പികൾ സ്ഥാപിച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിക്കും. 2 ലെയറായി കമ്പി സ്ഥാപിക്കുന്നതിനാൽ ഇത് മറികടന്ന് വന്യമൃഗങ്ങൾക്ക് കൃഷിയിടത്തിൽ കടക്കാൻ കഴിയില്ല. ഇതിനടിയിൽ കാട്ടുചെടിയിൽ വളരാതെ നോക്കിയാൽ മാത്രമേ ഇതിന്റെ ഗുണം ശരിയാമണ്ണം ലഭിക്കുകയുള്ളൂ. വനംവകുപ്പ് കൃത്യമായി പരിപാലിച്ചില്ലെങ്കിൽ പഴയ ഫെൻസിംഗിന്റെ ഗതിയാവും ഇതിനും. അതിനാൽ വനംവകുപ്പ് ഇത് കൃത്യമായി പരിപാലിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.